ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സമരസംഘടനയാണ് കേരള ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് എംപ്ലോയീസ് അസോസിയേഷൻ. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ തുടക്കമായി. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനും 9:30 പ്രതിനിധി സമ്മേളനവും നടന്നു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PU ശാന്താറാം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം വൈശാഖ CV രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വരുൺ AD അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ B അബിൻ ഷാ സ്വാഗതം ആശംസിച്ചു. CITU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഇന്ന് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അടിച്ചമർത്താനുമുള്ള പരിശ്രമം നടത്തുക. അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിലയറിയാവുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ജീവിത പ്രയാസങ്ങളാണ്. അത് മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഇന്ത്യയിലെ എല്ലാവരുടെയും ആവശ്യങ്ങളാണ്. ഒരു മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല. രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി കാത്തു സൂക്ഷിക്കുമെന്നും സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണ് ഈ സമ്മേളനം ചെയ്തത്. സമ്മേളന കാലയളവിൽ സേവനത്തിൽ നിന്നും വിരമിച്ച സന്തോഷ്, അമ്പിളി, ബാബു എന്നിവർക്ക് യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. സംഘടനാ സെക്രട്ടറി സുഭാഷ് S പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി AK രതീഷ് ബാബു സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ABM ജോയി കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി, പ്രമേയങ്ങൾ, തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് NN കൃഷ്ണദാസ്, കൊല്ലം ജില്ലാ സെക്രട്ടറി ഹരിലാൽ, കോൺഫെഡറേഷൻ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ അംഗം R ഹരിദാസൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. M രാമചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.